സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്യുറസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ പാരാഗ്ലൈഡിംഗ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് പാരച്യൂട്ടിൽ അദ്ദേഹം പറന്നത്. നമസ്കാരം. ഇത് വല്ലാത്തൊരു അനുഭവമാണ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. വ്യൂ ഭയങ്കര വ്യൂ ആണ്. താഴോട്ട് 3500 അടി താഴ്ചയുണ്ട്. 3500 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഒരുപാട് സഞ്ചാരികൾക്ക് കേരളത്തിലേക്ക് വരാനും ആസ്വദിക്കാനും പറ്റുന്ന ഒന്നാണിത്. വാഗമണിലെ പാരാഗ്ലൈഡിംഗ്. വാഗമണ്ണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും. ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പല ഇനങ്ങളും സ്വയം അനുഭവിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകാശത്തുള്ളത് പ്രത്യേകിച്ച് പാരാഗ്ലൈഡിംഗ് ഒന്ന് അനുഭവിക്കണമെന്ന് കുറേ ആയിട്ട് കരുതിയാണ്. ഇതാണെങ്കിൽ 3500 അടി ഉയരമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വാഗമണിലെ ഈ പാരാഗ്ലൈഡിംഗ്. അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അതൊന്ന് അനുഭവിക്കാനും ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ ആളുകൾക്കിടയിൽ ഇത് എത്തിക്കാനുമാണ് ഇങ്ങനെ ഒരു താല്പര്യം എടുത്തത്. എന്തായാലും വലിയൊരു അനുഭവമാണുള്ളത്. വലിയൊരു അനുഭവം. താങ്ക് യു. ടൂറിസം രംഗത്ത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിലൊന്നാണ് സാഹസിക ടൂറിസം. ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.